ഇതൊന്നും ആയില്ലേ ഇത്? ഒരു സഞ്ചാരം നടക്കേണ്ട വീടാണ്. ഇവരൊക്കെ വല്ല ഉത്തരവാദിത്തം. എടി ജാനകി, ആരുമില്ല. കുട്ടാ, ജാനകി. എന്റെ പൊന്നു ജാനകി, ഒരു സഞ്ചാരം നടക്കേണ്ട വീടാണ്. 2 കസേര എടുത്തിട്ടൂടെ, 2 ഡെസ്ക് എടുത്തിട്ടൂടെ? എത്ര പേര് വന്ന് കാരണം ഒന്ന് ചാടി ചാടി നിന്നൂടെ ജാനകി? നിനക്ക് കൊറേ നേരമായല്ലോ വള 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 ഒന്ന് സംസാരിക്കുന്നത്. അല്ലെ മരണത്തിനൊന്നും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. മരണത്തിന് ഞാൻ വന്നില്ല, അത് വലിയ ഇഷ്യൂ ആക്കി. ഇഷ്യൂ ആക്കും. ഇപ്പൊ എന്തിനാ വന്നേ? ഇഡലി സാമ്പാർ വെട്ടി വിഴുങ്ങാൻ. അഹങ്കാരിയായി അമ്മവൻ എങ്ങനെയാ മരിച്ചേ? ആദ്യം അത് പറ. ഓ, അതുപോലും അറിഞ്ഞില്ല. വായിൽ ഇടി വെട്ടിയിട്ട്. കേട്ടോണം, 65ാമത്തെ വയസ്സിൽ ആരെങ്കിലും പല്ലിന്റെ മണ്ടയ്ക്കൂടെ കമ്പി ഇടുവോ? ഇല്ല ഇല്ല. കമ്പി ഇട്ടെങ്കിൽ അടങ്ങി നോക്കി പെരക്കകത്ത് കിടക്കാം. പെരക്കകത്ത് ഇപ്പം കിടന്നോ? ഇല്ല. ഇടിയും മഴയുള്ള രാത്രിയിൽ വെളിയിൽ ഇറങ്ങുന്ന ഒരു പാട്ട്. ഏത് പാട്ടെന്നറിയാമോ? മിന്നലേ മിന്നലേ താഴെ വരൂ. എടാ മിന്നലേ മിന്നലേ താഴെ വരൂ. മിന്നലിന് മാത്രമല്ല വന്ന്, മിന്നലിനും കൂടി ഇടിയും കൂടെ വന്നു. പ്ലച്ചനെ അമ്മാന്റെ വയലേക്ക് അടിച്ച് ആ സ്പോട്ടിൽ തന്നെ തീർന്നില്ലേ? തീർന്നു. ആ നാണക്കേട് കാണാൻ ഞാൻ വന്ന് കയറാത്താണോ കുഴപ്പമായി പോയെ? പക്ഷെ അന്ന് വരണമായിരുന്നു. വായിക്കരി ഇടുമ്പോ ഭയങ്കര കോമഡി ആയിരുന്നു. കോമഡി ആവുന്നേ? അതെ, ഞങ്ങള് നാഴിയിലാണ് എടുത്തിട്ടോണ്ടിരുന്നത്. അതെന്താ വെച്ചാൽ നാഴിയില്? വായിലല്ലേ ഇടിമിന്നൽ ഏറ്റതു. ആ ഗുഹ പോലെ അങ്ങ് തുറന്നു പോയി. സംഭവം ഞാൻ അറിഞ്ഞു. കുട്ടികളൊക്കെ വന്ന് ഇത് ഗെയിമാക്കി മാറ്റി. അല്ല, കർമ്മി എങ്ങാനും വന്നു? വരാൻ സമയമായോ? കർമ്മിയല്ലേ അവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന കർമ്മി? അച്ഛൻ എന്താ താമസിച്ചത്? അച്ഛൻ എന്താ ലേറ്റ് ആയത്? അച്ചായനോ ഞാനോ? ഈ നാട് മുഴുവൻ കൂടോത്രമായിട്ട് കിടക്കണ എന്നെ നീ അച്ചായാന്നോ? സോറി, കർമ്മി എന്താ താമസിച്ചത്? എനിക്കൊരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാ ഇങ്ങ് വന്നത്. ഒഴിഞ്ഞോ? ഒഴിഞ്ഞ് ഞാനിങ്ങ് ഒഴിഞ്ഞിങ്ങ് പോകുന്നു. ആ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ? എല്ലാ സാധനവും നോക്കട്ടെ. നമ്മളൊരു കാര്യം പറഞ്ഞ ഏറ്റ ആ അവലുണ്ട്, മലരുണ്ട്, എള്ളുണ്ട്. ഇതെന്തിനാ ഈ ഹാൻസ് മേടിച്ച് വെച്ചേക്കണേ? നിങ്ങൾ ലിസ്റ്റിനകത്ത് 3ാമത് തുളസി എന്ന് എഴുതിയിട്ടില്ലേ? തുളസിപ്പാക്ക, പാൻപരക, അങ്ങനെയുള്ള ഒരു ഐറ്റം ഇവിടെ കിട്ടുമോ? ഇല്ല, ഈ പഞ്ചായത്തിലെ സാധനം കിട്ടില്ല. ഞങ്ങൾ പിന്നെ അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി ഇരട്ടി വില കൊടുത്തിട്ടാണ് ഈ ഹാൻസ് മേടിച്ചിട്ട് വന്നത്. ചുണ്ടിൽ അടിയിലോട്ട് വെച്ചിട്ട് പണി അങ്ങോട്ട് തുടങ്ങിയാണ്. കൊള്ളാം. എന്നാ ഒരു പാക്കറ്റ് ഗോൾഡോടെ മേടിക്കാൻ പറ്റില്ല? അയ്യോ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എടാ, തുളസിപ്പാക്കല്ല, തുളസി കതിര്, തുളസി ഇല. അയ്യോ, അത് വിറ്റിട്ടുണ്ട് പിച്ച. പവിത്രം കിട്ടിയോ? പവിത്രം കിട്ടിയോ? 2 പിള്ളേരും ഉണ്ട്. അയ്യോ, 3ാമത്തെ വയറ്റിലോ? അയ്യോ, 3 ഉണ്ട്. 3ാമത്തെ ആയി. അതല്ല, പവിത്രം വളച്ചു കെട്ടിയോന്ന്. കൂടെ പഠിക്കുന്ന പെങ്കൊച്ചിനെ വളച്ചു കെട്ടി ഇഷ്ടം പോലെ ഇടി മേടിച്ചു. ദർഭയുണ്ടോ? 3 മാസം. ആർക്ക്? എന്റെ പെണ്ണുപിള്ള. നിന്റെ പെണ്ണുപിള്ളക്ക് ഗർഭമുള്ളതല്ല വെച്ചാ ദർഭപ്പുല്ലുണ്ടോടാ? അത് കവറിനകത്തുണ്ട്. അതിനകത്തുണ്ട്. നിലവിളക്ക് 1 2 3. അയ്യോ, എന്തിനാ പോയെ? എന്തിനാ നിങ്ങൾ നിലവിളിച്ചേ? നിലവിളിക്കാൻ പറഞ്ഞു. അയ്യോ, നിലവിളക്കിന്റെ കാര്യം പറഞ്ഞ. അയ്യോ, ഇപ്പൊ എടുത്തോണ്ട് വരാം. കർമ്മം ചെയ്യാനുള്ള ആരാന്ന് വെച്ചാ വരിക. മുരളിയാണ് കർമ്മം ചെയ്യാനുള്ളത്. മുരളി ആയാലും വേണ്ട, ഉരുളി ആയാലും വേണ്ട. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ മൂത്ത മരുമോൻ ചന്ദ്രൻ 24 മണിക്കൂർ നേരം വെള്ളമാണ്. പ്രശ്നമാണോ? ചെറിയൊരു പ്രശ്നം പറയാം. മരണത്തിനൊന്നും ബഹളം ഉണ്ടാക്കിയിട്ടാ പോയേക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, കള്ളു കുടിച്ച് ശ്രീരത്തിന്റെ കുറച്ച് പൈസ കൊടുക്കാം. ചില ആളുകൾ കള്ളു കുടിച്ച വിളവളാന്ന് സംസാരിക്കും. ചിലരപ്പം തന്നെ ഓടന്നങ്ങ് ഉറങ്ങും. ചിലര് കിടുകിടാന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ചില ചന്ദ്രൻ മൂത്ത മരുമകൻ. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ് ഭയങ്കര രസം കേട്ടോ. നമ്മള് ചിരട്ടത്തേപ്പൊട്ടിയില്ലേ, ആ ചിരട്ടത്തേപ്പൊട്ടി ഇട്ട് തേച്ചപ്പോൾ നമുക്ക് ഈ മടക്ക് കിട്ടുന്നില്ല. ആണോ? ഇത് ഞങ്ങളുടെ തറവാടിന്റെ ഒരു മഹിമയാണ്. തറവാടിത്വമാണിത്. തറവാടി അങ്ങേറ്റത്തെ തറവാടി. വേണമെങ്കിൽ തറവാട് കണ്ടു. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, 6 അടി മണ്ണിൽ ദേണ്ടിരിഞ്ഞടങ്ങുന്നു. അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, 6 അടി മണ്ണിൽ ദേണ്ടിരിഞ്ഞടങ്ങുന്നു. വീണ്ടും അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ, 6 അടി മണ്ണിൽ ദേണ്ടിരിഞ്ഞടങ്ങുന്നു. എന്താ ഇത്?
ഇവിടെ എന്തോടാ ഭജന്? ഇയാളല്ലേ ഭജന പാടിയത്? ഇതാരായത്? ഇത് കർമ്മി. കർമ്മി. ഇവന്റെ കർമ്മദോഷം ഇന്ന് ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ചരിത്രമൊന്നും അറിയാതാണ് ഇയാൾ ഇവിടെ കർമ്മം ഉണ്ടാക്കാൻ പോകുന്നത്. ചരിത്രമൊക്കെ ഉണ്ടോ? പിന്നെ ചരിത്രമില്ലേ? എന്നാ കേട്ട് കളയാം. എടാ ഈ മരിച്ച് വെണ്ണീറായി കിടക്കുന്ന ആരാന്നാ വിചാരം? ആരാ? എന്റെ അമ്മായിപ്പനാണ്. എന്റെ സ്ത്രീധനത്തിന്റെ ബാലൻസ് 25,000 രൂപ തരാതാണ് ഇവൻ ഈ പോക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്റെ 25,000 രൂപ അതിന്റെ പലിശയും കിട്ടാതെ ഇവന്റെ ആത്മാവിന് ചന്ദ്രൻ ശാന്തി കൊടുപ്പിക്കത്തില്ല. അതും മാത്രമല്ല, ഇവൻ മരിച്ചെന്ന് ഇവിടെ കൂടിയ സകല ബന്ധുക്കളും പറഞ്ഞു ഇവനെ കുഴിച്ചിടണം. ആ പറഞ്ഞായിരുന്നു, മെമ്പർ വരെ പറഞ്ഞു കുഴിച്ചിടണം. പറഞ്ഞായിരുന്നു. ചന്ദ്രനാണ് പറഞ്ഞത് കുഴിച്ചിടരുത്. എന്താ കുഴിച്ചിട്ട? കുഴിച്ചിട്ടാൽ ഇവൻ കിളിച്ചു വരും. അതാണ് വിത്ത്. എനിക്കറിയാൻ എനിക്കറിയോ, എന്റെ പൈസ തരാത്ത സ്ഥിതിക്ക് ഇവന്റെ അസ്ഥി എടുത്ത് ചന്ദ്രനൊന്ന് ചപ്ലിക്കും. പിന്നെ എന്റെ പൈസ 25,000 പലിശ ഇത് കഴിഞ്ഞ ഉടനെ എണ്ണിക്കൈ തരുമല്ലോ. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അന്ന കർമ്മം ചെയ്യാനുള്ള ആരാന്ന് വെച്ചാൽ കടന്നു വരിക. മുരളി എന്റെ പൈസ തരാതെ ഏതവനാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത്? എനിക്കൊന്നും അളിയന്റെ പറയും ആരാ ഈ അപ്പം ഇട്ട് വെച്ചേക്കുന്നു? അളിയൻ അങ്ങോട്ടും തിരിഞ്ഞേ. അങ്ങോട്ടും തിരിഞ്ഞ അളിയൻ പൂക്കളുള്ളതായിട്ടേക്കുന്നത് നനഞ്ഞപ്പോ തെളിഞ്ഞ് കാണാം. അളിയ പൂമ്പാറ്റകൾ വന്ന് തേൻ കുടിക്കാതെ സൂക്ഷിച്ചു. അളിയാ, എന്റെ അച്ഛന്റെ കർമ്മം നടക്കുകയാണ്. കർമ്മം നടത്താൻ ഞാൻ എന്റെ കുഞ്ഞളിയാ, ഒരു പൂ ചോദിച്ചപ്പോ നീ ഒരു ലോഡ് പൂ കൊണ്ടിറക്കിയത്. സന്തോഷമായി. അളിയാ, എന്റെ അച്ഛന്റെ കർമ്മം നടക്കുകയാണ്. നിന്റെ അച്ഛന്റെ കർമ്മം ഞാൻ നടത്താൻ ഞാൻ. അച്ഛന്റെ കർമ്മം മേശ്രി, പണി തുടങ്ങാം. ഞാൻ ഇവിടെ കൽപ്പണിക്ക് വന്നോണ്ടാ. അയ്യോ സോറി, കർമ്മം തുടങ്ങാം. തുടങ്ങാം. കംഫർട്ട് ആകുന്നില്ല. ആയിക്കോളൂ. അച്ഛനെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. അയ്യോ അച്ഛനെ എനിക്ക് അറിയില്ല. അല്ല, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഷാപ്പിൽ പോയിട്ടുണ്ട്, വെള്ളം അടിച്ചിട്ടുണ്ട്. പക്ഷേ കർമ്മിയുടെ അച്ഛനെ എനിക്കറിയില്ല. എന്റെ അച്ഛനാണ് അവിടെ വെണ്ണീറായി കിടക്കണേ. നിന്റെ അച്ഛനല്ലേ? നിന്റെ അച്ഛനെ നിനക്ക് അറിയാവോളാ പ്രാന്ത? അറിയാം. അച്ഛന്റെ നാളെന്തുവാ? കാർത്തിക നാൾ കീർത്തി കേൾക്കുമെന്നാണ്. അതെ ഒരുപാട് കീർത്തി കേട്ടവനാ താണ്ട കിടക്കുന്നത്. ചന്ദ്ര ഇവനിങ്ങനെ ഇടിമിന്നലേറ്റ് ചത്തില്ലായിരുന്നു. ഇവനെ തൊഴിച്ചു കൊല്ലാതിരുന്ന ഞാൻ. അതെ, ഞാൻ ഏതായാലും ഒരു പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറയുന്ന പോലെ മന്ത്രം ഏറ്റുകൊല്ലുക. കാർത്തിക നക്ഷത്രസ്യ ദേവസ്യ. ഈ വീടുമായിട്ട് ശത്രുതയെ കഴിയുന്ന ഞാനും അവന് നേരിൽ കണ്ട കത്തിയെടുക്കാൻ നിൽക്കുന്ന ദേവസ്യ എന്തിനു നീ ഇവിടെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നു? അതെ, അങ്ങനെ പറഞ്ഞേ. അളിയ പ്ലീസ്. അവൻ പറയട്ടെ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കടമത്തിലേക്ക് കടക്കാം. അപ്പൊ ഇതുവരെ ചെയ്തതെല്ലാം കളിപ്പീരായിരുന്നു. രാവിലെ 7 തൊട്ട് ഇവനീ തിണ്ണക്കിരുന്ന് നിരങ്ങുവാണ്. ഇപ്പോഴാണോ നീ പ്രധാനപ്പെട്ടത് ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴാണോ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമുക്ക് പറ്റിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചോറെടുക്കുക. നന്നായിട്ട് ഉരുട്ടുക. നന്നായിട്ട് അങ്ങ് ഉരുട്ട. തിന്നരുത്. കൈ കഴുകുക. ചോറെടുക്കുക. ഇനി നന്നായിട്ട് ഉരുട്ട. കൈ കഴുകുക. ചോറെടുക്കുക. എന്താ ചന്ദ്ര, ഇവനെന്തോടാ പട്ടിക്കാട്ടമാണ് എടുത്തത്? അല്ല, ചോറന്നല്ലേ എടുത്തത്? അതിന് എപ്പോഴും കൈയിടേണ്ട കാര്യം എന്തുവാണ്? വേറെന്തോ അത്രയ്ക്ക് വലിയ ഇച്ചിച്ചാണോടാ? നീ ആദ്യമായിട്ട് ചോറത്തോടാ പീത്തക്കവള ആണോടാ? മര്യാദക്ക് നീ കർമ്മം ചെയ്യോ? എന്നാ മര്യാദ ചോറെടുക്കുക. ചോറ് നന്നായിട്ട് ഉരുട്ടുക. ഞാൻ കഴുക. അയ്യോ കർമ്മി കൈ കഴിയ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ? നിന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല, എനിക്കൊരു മനസമാധാനം കിട്ടൂലോ.
ചോറ് കളയരുത്, ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചത്. റേഷൻ കടയിൽ പോയി ക്യൂ നിന്ന് മേടിച്ചാ നേരെ വെച്ചാൽ ചോറെല്ലാം എടുത്തു. അളിയാ അകത്ത് മീൻചാറ് വല്ല ഇരിപ്പുണ്ട്. ഇത്രയും വലിയ ഉരുള വെറുതെ കാക്കിക്ക് കൊടുക്കണം, ഇവന് തിന്നുകൂടെ? നിനക്ക് തിന്നാൻ സൂക്ഷിച്ച് വെച്ചാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്. എന്താ അഹങ്കരിക്കാൻ? ഒരു കാര്യം മനസ്സിലാക്കണം, നീ ആണെങ്കിലും ഞാനാണെങ്കിലും ഈ ഇരിക്കുന്ന കർമ്മിയാണെങ്കിലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് പോകും. അതെന്തോ താഴെ സ്ഥലം ഇല്ലയോ? താഴെ സ്ഥലമില്ലാത്തോണ്ടല്ല, ആരായാലും മരിച്ചു കഴിഞ്ഞാൽ അവർ ആത്മാവ് നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് പോകും. അതായത് അമ്മായിയച്ഛന്റെ മരിച്ചുപോയ അമ്മായിയച്ഛന്റെ ആത്മാവ് ഇപ്പൊ നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നീ ഇന്ന് കള്ളു കുടിച്ചിട്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന സകല തരികടകളും. അതെ, അത് ശരി. അവൻ ഇപ്പൊ നക്ഷത്രമായിട്ട് മുകളിൽ ആകാശത്ത് നിൽക്കും. അതേ മേളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കർമ്മി, എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം. പറഞ്ഞോളൂ. ഇവൻ ഇപ്പൊ ഏത് ഭാഗത്തുണ്ടെന്ന് എനിക്കൊരു സൂചന തരണം. എന്നതാണ് എന്നെ കൊല്ലം കൊണ്ടുവന്നതാണ്. ഏതാണ്ട് ആ ഭാഗത്ത് വരും. ഏത് ഭാഗത്ത്? ആ ഭാഗത്ത് വരും. ഉറപ്പാണോ? ആ, എവിടെ പോകും? ഒരു ചെറിയ കരിങ്കല്ലോ. ഒറ്റ ഏറിനവനെ ഞാൻ താഴെ വരുത്താം. എന്റെ പൈസയും മേടിച്ച് മേളിൽ കയറി നീ സ്റ്റാറായിട്ടിരിക്കുകയല്ലേടാ? ഇവിടെ എത്ര വലിയ സ്റ്റാറായാലും അടുത്ത ക്രിസ്മസിന് നിന്നെ ഞാൻ വീട്ടിൽ തൂക്കും. ഭാവി എന്റെ 25,000 രൂപ. നക്ഷത്രത്തെ കൊഞ്ഞാളെ കുത്തി കാണിക്കരുത്, നക്ഷത്രം ചമ്മിപ്പോ. നക്ഷത്രത്തെ കൊഞ്ഞാളെ കുത്തി കാണിക്കരുത്, നക്ഷത്രം ചമ്മിപ്പോ പ്ലീസ്. എന്താ കാണിച്ചാലും എന്തുവാ നാണമില്ലാത്തവനാ? എന്തുവാടാ നിനക്ക്? കാലുമുട്ട് വേദനിക്കും. ഒരു പണിയും ചെയ്യത്തില്ല, അതാണ് ഇങ്ങനൊക്കെ. ഇനി നമുക്ക് അസ്ഥി എടുക്കാം. ആസ്തി എന്തുവാ? ആസ്തി അല്ല, എല്ലാ അസ്ഥി എടുക്കാന്ന്. അസ്ഥി എടുക്കാം. ആദ്യം ആ പാദത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എടുക്ക. എടുത്തതിലൊക്കെ ഇടുക. നെഞ്ചിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എടുക്ക. എടുത്തതിനകത്ത് ഇടുക. എന്റെ ദൈവമേ, വേവാത്ത വിറകിന്റെ കഷ്ണങ്ങൾ പിറക്കി എടുക്കുന്നേ. പിറക്കയിടേ. കുറച്ചുകൂടെ വാര്യം കിട്ടോ? എല്ലാം വാരി വെച്ചോ? വാരി വെച്ചു. കർമ്മമൊക്കെ ഏതാണ്ട് പരിപൂർണമായിരിക്കുകയാണ്. ഇനി തെക്കോട്ട് നിന്ന് കൈ അടിച്ച് കാക്കനെ വിളിച്ചു വരുത്തുക. കാക്കയുടെ കൂട്ടുകാരനാണെന്നാ വിചാരം. എന്റെ പൈസ നീ ഏത് കാക്കയാണ് ഇവിടെ വിളിച്ചു വരുത്തുന്നത്? നീ ഏത് കാക്കയാണ് നീ വിളിച്ചു വരുത്തുന്നത്? ആദ്യം എന്റെ പൈസ വന്നിട്ട് കാക്ക ഇവിടെ വരട്ടെ. അതാണ് ഒരു മാന്യത. ഞാനിവിടെ ശരിയാവില്ല കേട്ടോ. ശരിയാകത്തില്ല. കർമ്മം ശരിയായിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ, കർമ്മം ശരിയായിട്ടില്ല. എന്നാ കർമ്മം ശരിയാ? കർമ്മം ശരിയാണ്. ഇവിടെ കാക്ക വന്നേ, കാക്ക വന്നില്ലല്ലോ. കാക്ക വന്നെങ്കിലേ ഇങ്ങനെ ഒച്ചപ്പാടും വേണം ഇല്ലായിരിക്കണം, എന്നാലേ കാക്ക വരുവുള്ളൂ. ഇത് കിടന്ന് ഡാൻസ് ചെയ്താൽ കാക്ക ഇങ്ങോട്ട് വരുവോ? അതാണ്. അത് മാത്രമല്ല, എനിക്കൊരു മഷിനോട്ടം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മഷിനോട്ടത്തിന് പോകാൻ വേണ്ടി ഇവിടുത്തെ കർമ്മം നിങ്ങൾ ഉഴപ്പി. അതെ. ഞാൻ തരാം കേട്ടോ ചന്ദ്രോ. മനുഷ്യനെ പറ്റിക്കാനായിട്ട് ഇത് മോശം കേട്ടോ. വീട്ടിൽ വരുന്ന ആളുകൾ ഇങ്ങനെ കളിയാക്കി വിടരുത്. ഒരു സഞ്ചാര ദിവസമായ പല ആളുകൾ നമ്മുടെ വീട്ടിൽ വരും. നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെയാണ്. അവരെല്ലാം ഇങ്ങനെ പരിഹസിച്ച് വിടരുത്. ഇതേതാണ് ഈ പഞ്ഞിക്കെട്ട? താമോരന്മാരാണോ? ഇതങ്ങനെ കുറെ ആൾക്കാര് നീലത്താർപ്പയും കസേരയും കാണുമ്പോ കുറ്റിയും പറിച്ചു പോന്നോളൂ. ഇഡ്ഡലിയും സാമ്പാറും കേട്ടാ ഇവനൊക്കെ നാണമുണ്ടോ? ഇത് കടം മേടിച്ച് വെച്ചതാണ്. ഇവർക്ക് വല്ല ധാരണ വേണ്ടേ? അമ്മാവനെയല്ല, വേറെ ചില ടീമുകളുണ്ട്, അവരെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഈ വന്ന കാലത്ത് നമ്മളൊരു വീട്ടിൽ ചെന്നാൽ സാമാന്യ മര്യാദയ്ക്ക് 1 ഇഡ്ഡലി 2 ഇഡ്ഡലി അവിടെ വെച്ച് നിർത്തും. ഇത് 5 ആയി 6 ആയി 7 ആയി 10 ആയി, ഒരു തൊട്ടി സാമ്പാർ തീർന്നു. അമ്മാവനെയല്ല, അങ്കിൾ ശരിക്കും കഴിച്ചോളൂ. അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാനുള്ളതാ. വെള്ളിമൂങ്ങ എന്താ പ്രശ്നം? അവന്റെ പ്രശ്നം എന്താ ചോദിച്ചു? എന്താ അവന്റെ പ്രശ്നം എന്ന് ചോദിച്ചു? എന്താ തീരുമാനം? പ്രശ്നം നിന്റെ പെങ്ങളെ കെട്ടിയെടുത്തോ? 25,000 രൂപ അതിന്റെ പലിശയും കിട്ടാനുണ്ട്. അത് തരാതെ ചന്ദ്രൻ ഈ കസേര എഴുന്നേക്കത്തില്ല. കസേര എഴുന്നേക്കില്ല ഇല്ല അല്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും 25,000 രൂപ ഒപ്പിക്കാം. പക്ഷെ 5,000 രൂപ പലിശ അത് കൊടുക്കണം. എവിടെ ചെന്ന് കള്ളക്കടം മേടിച്ചിട്ട് 5,000 രൂപ ഞാൻ വരുത്തുള്ളൂ. ബാക്കി 25,000 രൂപ 5,000 രൂപ ഞാൻ കൊണ്ടുവരും. ആലോചിക്കാൻ തന്നാലേ ഇവിടെ കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. മംഗളകരമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതല്ലാതെ ചുമ്മാ നീ എന്റെ അച്ഛന്റെ
മുരളി, എന്തിന് നീ എന്തിനിങ്ങനെ ചെയ്യുന്നു? അടിക്കരുത്. ഞാൻ ഉരുള ഉരുട്ടി അടിക്കരുത്. അയ്യോ, നീ ഉരുള ഉരുട്ടി ശരിയായില്ല, അത് പറഞ്ഞേ. മുരളി, ഞാൻ പറയുന്നത് മനസ്സിലാക്കും. അല്ല, ഞാൻ ക്ഷമിക്കാണ് ഞാൻ. എല്ലാ അളിയന്മാരും കള്ളു കുടിക്കും എന്ന് പറഞ്ഞ് ദേഹത്ത് കയറി ആരും ഉപദ്രവിക്കുന്നില്ല. അല്ല, അത് മുരളി, stop. ഞാനാ പറഞ്ഞു അപ്പുറത്ത് പോവാൻ. പോടാ അപ്പുറത്ത്. ഒരു കാക്ക ഇങ്ങോട്ട് വരാൻ നിന്നതാണ്. ഇവനാണ് ഓടിച്ചത്. ഞാനല്ല, കാക്കയ്ക്ക് ബസ് കിട്ടി. അപ്പുറത്ത് പോവാൻ ഞാനെന്ന് പറഞ്ഞു. മുരളി, നിനക്ക് എന്താ ഭ്രാന്താണോ? നമ്മുടെ അളിയനല്ലേ? മുരളി, അപ്പുറത്ത് പോവാൻ. എല്ലാ അളിയന്മാരും കള്ളു കുടിക്കും എന്ന് പറഞ്ഞ് ദേഹത്ത് കയറി ആരും ഉപദ്രവിക്കുന്നില്ല. അയ്യോ, ഒന്ന് പെങ്ങൾക്ക് പുട കൊടുത്ത ആളല്ലേ ഇത്? ഏത് വെള്ളം അടിച്ചെന്ന് പറഞ്ഞ് മോശത്തിനെ കാണിക്കരുത് കേട്ടോ. നമ്മുടെ ഒരേ ഒരു കൂടെ അളിയനാണ്. നമ്മുടെ അളിയൻ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ വീട് ഇവനെന്താ ഭ്രാന്തായിരുന്നു? ഞാനത് ആലോചിക്കുന്ന മോശമായി പോയി. അളിയൻ വന്ന് വീട്ടിലോട്ട് കാല് കുത്തിന് ശേഷം നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അളിയനെയാണ് കയറി അടിച്ചത്. പിന്നെ എവിടെ അടിച്ചത്? നീ എവിടെ അടിക്കാത്ത? തിരക്കാൻ വന്നിട്ട് ഞാൻ നോക്കട്ടെ. കണ്ട പല്ലെല്ലാം അടിച്ചോ. അയ്യോ, സത്യം പറഞ്ഞു. സത്യനാഥ് പ്ലീസ്, സത്യനാഥ്. നമ്മുടെ ഒരേ ഒരു മൂട് അളിയനാണ്. ഒരുത്തനും ഇവന്റെ ദേഹത്തൊന്നും ചെയ്യും. മുരളി, അളിയൻ പറയട്ടെ. അയ്യോ, അളിയൻ പറയട്ടെ, അളിയൻ പറയട്ടെ. നീ എന്റെ അച്ഛന്റെ കർമ്മം. ഇല്ല, ഞാനൊന്നും അളിയൻ പറയട്ടെ. പറഞ്ഞു തീർക്കാം, നമുക്ക് പറഞ്ഞു തീർക്കാം നമുക്ക്. അപ്പുറത്ത് പോ. ഞാനാ ഇവിടെ അപ്പുറത്ത് പോവാൻ. നമ്മുടെ അളിയനാണ്. നമ്മുടെ വീട്ടിലോട്ട് ആദ്യമായിട്ട് വന്ന് കയറിയ മനുഷ്യനാണ്. അദ്ദേഹം വന്നതിന് ശേഷം നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടായിട്ടുള്ളൂ. മോശമല്ലേ പോലെ നീ കാണിക്കുന്നത്? അറിയാം. എടാ കുട്ട, തെറ്റല്ലേ നീ കാണിക്കുന്നത്? അറിയാം. നമ്മുടെ പെങ്ങൾക്ക് പുട കൊടുത്ത ആളല്ലേ? ഇയാളെ കൂടുതൽ ഉണ്ടാക്കണ്ട. നമ്മുടെ ഒരേ ഒരു മൂട് അളിയനല്ലേ? നീ വണ്ടി എങ്ങോട്ടാ വളർത്തുന്നു വരുന്നെന്ന് എനിക്കറിയാം. മുരളി, നിന്റെ നീക്കമൊക്കെ എനിക്ക് പിടി കിട്ടുന്നുണ്ട്. മോശമായി പോയി. വേണ്ട, നമ്മുടെ ഒരേ നമ്മുടെ ഒരേ ഒരു അളിയനാണ്. ഒരുത്തനും ഇവന്റെ ദേഹത്തൊന്നും ചെയ്യും. ഇനി ദേഹം ഉണ്ടോടാ പട്ടി. കാശും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാൻ പോവാ. അയ്യോ, മുരളി, നീ എന്താ നിനക്ക് പറ്റിയത്? എന്റെ ശ്രീധനം പോയേ. മഹാപാപികൾ ഓർക്കുമ്പം വന്നിരിക്കുന്നു. എടാ മുരളി, ആ കാക്ക ഇവിടെ വരുവാണെങ്കിൽ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വിടണം. എന്തിനാണ്ടാ? എന്റെ വലിച്ചോറ് തിന്നാ.